ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു വ്ളോഗും പ്ലസ് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം വൈകുന്നേരം ചായക്കെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ ഞാൻ 2 വലിയ സവാള നീരുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് ചെറിയ പീസായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇഷ്ടമില്ലാത്ത ആൾ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഓയിൽ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ വേണം ഇതിട്ട് കൊടുക്കാൻ. കയ്യിലിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇത് ഇടയ്ക്കൊന്നിങ്ങനെ തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വൈകുന്നേരം ചായക്കെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീക്കെൻഡിൽ പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നത്. ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല, റെസിപ്പി വീഡിയോസ് വന്നിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നതാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ലേറ്റ് ആയിന്. എത്ര നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോവുക. നമ്മളിപ്പം പോകുന്നത് മാൾ ഓഫ് ഒമാനിലേക്കാണ്. നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങനെ പോകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ മാളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സ്നോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോള് പെങ്കിനെല്ലാം എടുത്തിട്ട് അതിന് വേണമെന്ന് പറയലേനു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു പെങ്കിനെല്ലാം നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാളും നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരും കൂടി വന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കലാണ് കേട്ടോ. മൊത്തത്തിൽ 4 പാക്കേജുകളാണ് എന്നിട്ടുള്ളത്. അതിൽ ഒന്നിൽ 13,500, 17, പിന്നെ 22 റിയാൽ, പിന്നെ ഒരു ഫാമിലി പാക്കേജ് 88 റിയാൽ അങ്ങനെ എന്നിട്ട് വരുന്നത്. അപ്പോൾ 22 റിയാലിൻ്റെ പ്രീമിയം പാക്കേജ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ഫുഡും ഇൻക്ലൂഡാണ്, അതുപോലെ തന്നെ പെൻഗ്വിൻ വാച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ 13,500ൻ്റെയും 17 റിയാലിൻ്റെയും പാക്കേജിൽ പെൻഗ്വിൻ വാച്ച് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെൻഗ്വിനെ കാണുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 6 റിയാൽ 500 പൈസ പേ ചെയ്താലേ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കേജെല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വാച്ച് പോലത്തെ ഒരു സംഭവം നമുക്ക് കൈമിൽ ഇങ്ങനെ കെട്ടിത്തരും കേട്ടോ. അപ്പോൾ അത് സ്കാനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്കെല്ലാം കയറേണ്ടത്. നമ്മളങ്ങനെ താഴേക്ക് പോക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ സൈസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കണക്കായിട്ടുള്ള ജാക്കറ്റും ബൂട്ടും കാര്യങ്ങളെല്ലാം തരും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ നമുക്കൊരു ലോക്കർ തരും. അതിൽ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ബാഗ് കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കെല്ലാം ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത്, അതുപോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഹെൽമെറ്റ് വേണം കേട്ടോ. ഇവിടെ പോകുമ്പോൾ പിന്നെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ അത്രയും നല്ല കേട്ടോ. അപ്പം നമ്മൾ രാവിലെയെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ തന്നെ നല്ല ടൈം എടുത്തിന് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോക്കാന്ന്.
ഇത് അത്യാവശ്യം വലിയ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം കയറിയപാട് തന്നെ കുട്ടികൾ അവിടെയുള്ള സ്ലൈഡിലെല്ലാം കയറിയിട്ട് അവർ കളിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും ഇത് വേർത്ത് തന്നെയാണ് കേട്ടോ. ഒരിക്കലും നഷ്ടമായിട്ടൊന്നും തോന്നില്ല. പിന്നെ അവിടെ കുറച്ച് സമയം കഴിഞ്ഞാലും പെൻഗ്വിനെ ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഡേയ്സിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നമ്മളെടുത്ത പാക്കേജിൽ പെൻഗ്വിൻ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേറൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അവിടെ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ഫോൺ എടുക്കാണ്ടാണ് പോയിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അതിനെ ടച്ച് ചെയ്യാനെല്ലാം പറ്റും കേട്ടോ. ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള ഫോട്ടോ. അത് നമ്മളെ ഫോണിലല്ല അവരെ ക്യാമറയിൽ എടുത്ത് തരിക ചെയ്യും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ പോകുമ്പോൾ ആ ഫോട്ടോസ് അവർ തരും. അതിന് എക്സ്ട്രാ 10 റിയാൽ കൊടുക്കണം കേട്ടോ. കുട്ടികളെല്ലാം നല്ലോണം തണുത്തിട്ട് മരവിച്ച പോലെ ആയിരുന്നു കേട്ടോ. കൈയെല്ലാം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കും സഹിക്കാൻ പറ്റാത്ത തണുപ്പായാലും നമ്മൾ കുറച്ച് ഉള്ളിൽ പോയി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ കയറി നിൽക്കാം, എന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ വരാം കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും റൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ റൈഡുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ഈ പ്രീമിയം ടിക്കറ്റിൽ ഐസ് സ്കേറ്റിങ്ങും ഉണ്ട് കേട്ടോ. ഐസ് സ്കേറ്റിങ്ങോ അല്ലെങ്കിൽ സ്നോ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഏതെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഐസ് സ്കേറ്റിംഗ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കേജ് 22 റിയാൽ എന്ന് പറയുന്നത് ഒരാൾക്കാണ് കേട്ടോ. അപ്പം 3 ആളുണ്ടെങ്കിൽ 66 റിയാൽ ആവും കേട്ടോ. അപ്പം ചെറിയ കുട്ടികൾക്കും ആ റേറ്റ് തന്നെ, സെയിം റേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ. പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അലൗഡ് ഇല്ലയെന്നാണ് തോന്നുന്നത്. കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആ തണുപ്പൊന്നൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ നല്ല കളിയേനും കേട്ടോ. ഗ്ലൗസ് ഊരിയിട്ട് ശരിക്കും 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. കൈ തണുത്ത് മരവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലും സ്നോഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നു. കുട്ടികളെല്ലാം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് ഇറങ്ങാനായ സമയത്ത് വന്നിട്ട് ഇതുണ്ടായിന്. ഇതങ്ങനെ ഫുൾ ടൈം ഒന്നുമില്ല, കുറച്ച് സമയം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വൈകുന്നേരം ഒരു 4:30 കേട്ടോ സ്നോൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിന്. ഒരു 10:30 വരെ അതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്തിന് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഐസ് സ്കേറ്റിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഫുഡ് നമ്മളെ പാക്കേജിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സ്നോൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കഫേയാണ് കേട്ടോ. അപ്പോൾ 2-3 കഫേസ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് പിസയും ചിക്കനും കോഫിയും അങ്ങനെയെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരാളുടെ ടിക്കറ്റിൽ ഒരു ഫുഡ് എന്നുള്ള രീതിയിൽ ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ തണുപ്പിൽ ഈ ചൂടുള്ള പിസയും കോഫിയെല്ലാം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യുക.